എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ബേക്കറിയിൽ ചെന്നിട്ട് വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, അത്രയും സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഞാനിന്ന് OTG ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗളിലോട്ട് 1/4 കപ്പ് പഞ്ചസാര, പൊടിക്കൊന്നും വേണ്ട, അതുപോലെ തന്നെ എടുക്കാം. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/3 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അധികം ഫ്ലേവറൊന്നും ഇല്ലാതെ ഏതെങ്കിലും ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ആയാലും യൂസ് ചെയ്യാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. ഇനി മുഴുവനായിട്ട് അലിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് നല്ലതുപോലെ വിസ്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2/4 കപ്പ് മൈദ ചേർക്കാം. 2 മുഴുവൻ കപ്പും പിന്നെ ഒരു 1/4 കപ്പും മൈദ ചേർത്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ മുട്ട ഒക്കെ വലുതാണെങ്കിൽ, കുറച്ച് വലിപ്പം കൂടുതലുണ്ടെങ്കിൽ കുറച്ചധികം മൈദ വേണ്ടി വന്നേക്കാം. അതിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 2-3 നുള്ളു വരെ ഉപ്പ്. ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ടേ ഉപ്പ് ചേർക്കേണ്ടതുള്ളൂ. അതിനുശേഷം എല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് കുഴക്കണ്ട, കാരണം ഇത് അധികം കട്ടിയിൽ കുഴക്കാൻ പാടില്ല. കുറച്ചൊന്ന് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ വല്ലാതെ ഒട്ടിപ്പിടിക്കും. ഇതുപോലെ ഒരു സ്പൂണ്, വുഡൻ സ്പൂണാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഉണ്ടാവുക. ഇത്രയും ഒരു തിക്കായിട്ട് ഇരുന്നാൽ മതി. ഒരുപാട് കട്ടിയിൽ ചപ്പാത്തിക്കൊന്നും കുഴക്കുന്ന പോലെ കുഴക്കണ്ട. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് ചേർക്കാം. ഞാനിവിടെ സെമി സ്വീറ്റൻ ചോക്ലേറ്റ് ചിപ്സാണ് ചേർത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് നട്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ചോക്ലേറ്റ് ചിപ്സ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കുട്ടികൾക്കൊക്കെ ഒന്നുകൂടി ഇഷ്ടമുണ്ടാവുക ചോക്ലേറ്റ് ചിപ്സ് ആയിരിക്കും. അപ്പോൾ ചോക്ലേറ്റ് ചിപ്സും കൂടി ചേർത്ത് ഞാൻ നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നട്ട്സിന് പകരം നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ്, ടൂട്ടി ഫ്രൂട്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വെക്കണം. ഒരു അരമണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് അഗാരോ OTG ആണ് കേട്ടോ. അഗാരോ OTG ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കുക്കീസ് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഈ ഒരു OTG ഉപയോഗിച്ചിട്ട് വളരെ പെർഫെക്റ്റായിട്ട് എന്ത് തരം സാധനങ്ങൾ ബേക്ക് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും നമ്മുടെ റോട്ടിസറി ചിക്കൻ ഉണ്ടാക്കാനും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ അഗാരോ OTGയിൽ ഞാൻ ടെമ്പറേച്ചർ 170 ഡിഗ്രി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേക്ക് ഓപ്ഷനാണ്, അതായത് താഴെ മാത്രം ചൂടാവുന്ന ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 10 മിനിറ്റ് ടൈമും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രീ ഹീറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ടൈമാണത്. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കണം. അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ബേക്കിംഗ് ട്രേ ഉണ്ടല്ലോ, ഇതിലേക്ക് ഞാനൊരു ബേക്കിംഗ് പേപ്പർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഡോ നമ്മുടെ ബോളിൽ നിന്നും എടുത്ത് നമ്മുടെ റോള് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇത് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഒന്ന് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് 4 ഒരേപോലുള്ള ഭാഗങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ചെറുതോ വലുതോ ആയിപ്പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 4 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം 3 ഭാഗങ്ങൾ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഒരു 1/4 ഭാഗം മാവ് വെച്ചിട്ട് അത് ആദ്യം നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടവണം കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ നീളമുള്ള ഒരു, അതായത് ഒരു എന്താ പറയുക, ഒരു പൈപ്പിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ, ഒരു തടിച്ചൊരു കയറ് പോലെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കുക. അതിനുശേഷം ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഞാൻ ഏകദേശം ഒരു 2.5 ഇഞ്ചോളം വലുപ്പത്തിലുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വലുപ്പമാണ് ഇഷ്ടം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്നിട്ട് ഓരോ പീസും എടുത്ത് ഞാനൊരു ബൗളിൽ കുറച്ച് പഞ്ചസാര ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ മുക്കിയെടുക്കാം.
ഈ ഒരു മാവിൻ്റെ എല്ലാ ഭാഗത്തും പഞ്ചസാര ഇങ്ങനെ പിടിച്ചിരിക്കണം. ആ ഒരു രീതിയിലാക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബേക്കിംഗ് പേപ്പറിൻ്റെ മുകളിലോട്ട് ഇത് വെച്ച് കൊടുക്കുക. നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് പൊങ്ങി വരും നല്ലോണം. അപ്പോൾ അത് പൊങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഓരോ കുക്കീസിൻ്റെ ഇടയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ എനിക്കൊരു 12 കുക്കീസാണ് ഈ ഒരു ബേക്കിംഗ് ട്രേയിൽ വെക്കാൻ കഴിഞ്ഞത്. ഇനി ഒരു 5-8 എണ്ണം ബാക്കിയുണ്ട് കേട്ടോ. അത് നമുക്ക് രണ്ടാമതായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അഗാരോ OTG ഇത് പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ റെഡി ആയിട്ടുള്ള കുക്കീസ് വെച്ച് കൊടുക്കാം. കുക്കീസ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റെഡിയായ ഉടനെ തന്നെ അവൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രേ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം അടച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് 20 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കുക്കീസിന് ഒരു 17 മുതൽ 20 മിനിറ്റ് വരെയാണ് സാധാരണ എടുക്കാറ്. പക്ഷേ ഒരു 17-18 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ചിലപ്പോൾ ഒരു 17-18 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആവാറുണ്ട്. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള കുക്കീസും കൂടി ഒരു ബേക്കിംഗ് ഷീറ്റിലാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഒരു 17-18 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഒരു നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും കേട്ടോ. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ഈ ഒരു കളറായിട്ട് വരും. നല്ലൊരു ഗോൾഡൻ കളറിൽ കിട്ടും. അത് കാണുമ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കുക്കീസ് റെഡി ആയി കഴിഞ്ഞു. ഇത് ചൂടോടുകൂടി നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയതുപോലെയാണ് തോന്നുക. നമ്മളിത് തൊട്ട് നോക്കുന്ന സമയത്ത് സോഫ്റ്റായിട്ടിരിക്കുന്ന പോലെ തോന്നും. അത് കുഴപ്പമില്ല കേട്ടോ. ഒരു 4-5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. റൂം ടെമ്പറേച്ചറിലായ ഉടനെ ക്രിസ്പി ആവില്ല കേട്ടോ. റൂം ടെമ്പറേച്ചറിലായപ്പോഴും കുറച്ചൊന്ന് സോഫ്റ്റ് ആയതുപോലെയാണ് നമുക്ക് തോന്നുക. ഒരു 4-5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കുക്കീസൊക്കെ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ആ പുറത്തിട്ട പഞ്ചസാരയും പിന്നെ അതിൻ്റെ ഒരു നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് കാണാനും നല്ല ഭംഗിയാണ്. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനും. പിന്നെ നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി വെച്ച് ഉണ്ടാക്കിയപ്പോൾ തന്നെ നമുക്കൊരു 10-20ൻ്റെ മേലെ കുക്കീസ് കിട്ടിയിട്ടുണ്ട്. അത് വലിയ സൈസ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, വലിയ സൈസായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ അധികം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്